മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിനെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും അതേപോലെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് സിസ്റ്റം. അതിനെയാണ് മാക്രോസ്കോപ്പിക്. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് എന്നുള്ള ബൾക്ക് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും മറ്റൊന്ന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും. ഇതിലൊന്നാമത്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. Extensive properties are properties that depends upon the quantity of the matter contained in a system. ഒരു സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ, പദാർത്ഥത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിളാണ് മാസ്, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ. നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചിത്രം. 200 ml വാട്ടറും 100 ml വാട്ടറും ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒരിക്കലും വോളിയം ഈക്വൽ അല്ല. ഒന്ന് 100 ml ആണ്, മറ്റൊന്ന് 200 ml ആണ്. അപ്പോൾ 100 ml ഇരട്ടി ക്വാണ്ടിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഉണ്ടാവും 200 ml. അപ്പോൾ അതേപോലെ മാസ്, 1 കിലോ സബ്സ്റ്റൻസ് എടുത്താലും 2 കിലോ സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ സെയിം അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മാസും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ ചാപ്റ്റർ പഠിക്കും. അപ്പോൾ ഈ ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി കൂടും. Intensive properties are properties that are independent on the amount of substance present in the system. സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെ ആശ്രയിക്കാത്ത അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ അതിൽ ടെമ്പറേച്ചർ, പ്രഷർ, ഫ്രീസിങ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഇതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസാണ്. നമുക്ക് ടെമ്പറേച്ചർ, നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസുള്ള 1 ലിറ്റർ വെള്ളം എടുത്തു. ആ വെള്ളത്തെ നമ്മൾ 1/2 ലിറ്ററുള്ള 2 പാത്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1/2 ലിറ്ററുള്ള 2 പാത്രത്തിലേക്ക് പകുതിയാക്കി മാറ്റിക്കഴിഞ്ഞാലും അതിന് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആവും, അല്ലാതെ 5 ഡിഗ്രി സെൽഷ്യസ് ആവില്ല. രണ്ടാമത്താണ് ബോയിലിംഗ് പോയിൻറ്റ്. നമ്മൾ ചിത്രത്തിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബോയിലിംഗ് പോയിൻറ്റ്, 2 പാത്രത്തിൽ വ്യത്യസ്ത അളവിലുള്ള വെള്ളം എടുത്തു. 2 ബീക്കറുകളിൽ 2 വ്യത്യസ്ത അളവിലുള്ള വെള്ളം എടുത്ത് അത് തിളപ്പിക്കുകയാണ്, ചൂടാക്കുകയാണ്. അത് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തിളനിലയാണ്. തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതായത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ്. അതേപോലെ തന്നെ ഫ്രീസിങ് പോയിൻറ്റും, നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്താലും 2 ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ച് ഫ്രീസ് ചെയ്യാൻ വെച്ചാലും അത് ഫ്രീസ് ചെയ്യുക 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ പ്രഷർ, നമ്മൾ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ 1 atm ആണ്. അതിനെ നമ്മൾ 2 ഭാഗങ്ങളാക്കി മാറ്റിയാലും അതിൻ്റെ പ്രഷറിൽ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല, രണ്ടും 1 atm തന്നെ ആയിരിക്കും. അഡിയബാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a system that do not transfer heat between the system and surroundings. ഹീറ്റ് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ, അല്ലെങ്കിൽ അതിൻ്റെ വാൾസ് ഓഫ് ദി കണ്ടെയ്നറിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത സിസ്റ്റത്തെയാണ് അഡിയബാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനത്തെ വാൾസിനെ, തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വാൾസിനെയാണ് അഡിയബാറ്റിക് വാൾസ് എന്ന് പറയുന്നത്. പാത്ത് ഫംഗ്ഷന് 2 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഹീറ്റും, രണ്ടാമത്തെ വർക്കുമാണ്. ആ വർക്കിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു ഗ്യാസിയസ് സബ്സ്റ്റൻസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രഷർ വോളിയം വർക്ക്, PV വർക്ക് എന്നാണ് പറയുന്നത്. അവിടെ 2 തരത്തിലുള്ള വർക്കുകളാണ് നടക്കാൻ സാധ്യതയുള്ളത്. ഒന്ന് കംപ്രഷൻ, ദാറ്റ് ഈസ് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. രണ്ടാമത്തെ എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. Consider a cylinder fitted with a frictionless piston and 1 mole of ideal gas is inside the cylinder. ആ സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണൽ പ്രഷർ PEX എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിൻ്റെ ഇനീഷ്യൽ വോളിയം, ദാറ്റ് ഈസ് ദി വോളിയം ബിഫോർ കംപ്രഷൻ, ഈസ് ടേക്കൺ ആസ് VI, and VF is the final volume, that is volume after compression, and A is the area of piston, area of cross section of the cylinder or area of the piston, and P is the internal pressure or pressure inside the cylinder.
Vi and Vf are initial and final volume. During compression, P external will be greater than P. അതായത് എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റേർണൽ പ്രഷറിനേക്കാളും കൂടുതലാവുമ്പോൾ മാത്രമാണ് കംപ്രഷൻ നടക്കുന്നത്. നമുക്ക് ചേഞ്ച് ഇൻ വോളിയം, നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം നമുക്കിവിടെ കണ്ടെത്താൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻറ്റു ഏരിയയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ഇനീഷ്യലിൽ നിന്ന് വി ഫൈനലിലെത്താൻ പിസ്റ്റൺ എത്ര ദൂരം സഞ്ചരിച്ചു അതിനെയാണ് ഡിസ്റ്റൻസ് എൽ എന്ന് പറയുന്നത്. ഏരിയ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സിലിണ്ടർ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പിസ്റ്റൺ ആണ്. ആ ചേഞ്ച് ഇൻ വോളിയത്തെ നമുക്ക് വേറെ രീതിയിലും എഴുതാം. ഡെൽറ്റ വി ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. ഫൈനൽ വോളിയത്തിൽ നിന്ന് ഇനീഷ്യൽ വോളിയം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം കിട്ടും. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് മർദ്ദം എന്നത്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കിട്ടും. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയുന്ന ഇക്വേഷനാണ് വർക്ക്. വർക്ക് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്, എഫ് ഇൻറ്റു എ. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു എ എന്നാണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ എന്നുള്ളിടത്ത് എഫ് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഡബ്ല്യു വർക്ക് ഡൺ ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു എ. അത് ഫോഴ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു എൽ. പക്ഷെ നമുക്കറിയാം എ ഇൻറ്റു എൽ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം. എൽ ഇൻറ്റു എ ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ദാറ്റ് ഈസ് ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. പി എക്സ്റ്റേണൽ ഇൻറ്റു മൈനസ് ഡെൽറ്റ വി. നമുക്ക് കിട്ടുന്നത് ഡബ്ല്യു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്നാണ് കിട്ടുക. അവിടെ മൈനസ് സൈന് കൊടുക്കാനുള്ള കാരണം നമുക്ക് SI സിസ്റ്റം പ്രകാരം കംപ്രഷൻ്റെ ദാറ്റ് ഈസ് വർക്ക് വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ദി സൈൻ ഓഫ് വർക്ക് ഈസ് പോസിറ്റീവ്. വർക്കിൻ്റെ സൈന് പോസിറ്റീവാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. നമുക്ക് എപ്പോഴും കംപ്രഷൻ നടക്കുമ്പോൾ ഫൈനൽ വോളിയം ചെറുതും ഇനീഷ്യൽ വോളിയം വലുതുമായിരിക്കും. അപ്പോൾ ഫൈനൽ വോളിയം ചെറിയ വാല്യൂ, ആ ചെറിയ വാല്യൂവിൽ നിന്ന് ഇനീഷ്യൽ വാല്യൂ വലിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? അതിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ സൈന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷേ നമുക്ക് കൺവെൻഷൻ പ്രകാരം SI കൺവെൻഷൻ പ്രകാരം വർക്ക് ഡണ്ണിൻ്റെ സൈന് പോസിറ്റീവാണ്. ആ സൈന് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയാണ് ഒരു അഡീഷണൽ നെഗറ്റീവ് ചാർജ് കൊടുത്തത്. അങ്ങനെയാണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നുള്ളതിൻ്റെ വർക്ക് ഡൺ അണ്ടർ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ. ദി നെഗറ്റീവ് സൈൻ ഈസ് ആഡഡ് ഇൻ ദി എക്സ്പ്രഷൻ to obtain the conventional sign for W. According to the latest SI conventions, W is taken as positive if work is done on the system, that is the work of compression, and W is taken as negative if the work is done by the system, that is the work of expansion. അപ്പോൾ SI സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം അല്ലെങ്കിൽ കൺവെൻഷൻസ് പ്രകാരം വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ദാറ്റ് ഈസ് കംപ്രഷൻ ൻ്റെ സൈന് എപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒരു അഡീഷണൽ നെഗറ്റീവ് സൈൻ ഇടാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ജനറൽ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ അണ്ടർ ഇറിവേഴ്സിബിൾ പ്രോസസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ എന്നുള്ളതാണ് ഫൈനൽ ഇക്വേഷൻ കിട്ടുക. ഡ്യൂറിങ് എക്സ്പാൻഷൻ ഓർ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം ദെൻ ദി വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. നമുക്ക് എപ്പോഴും അപ്പോൾ ഇനീഷ്യൽ വോളിയം ചെറുതും ഫൈനൽ വോളിയം വലുതുമായിരിക്കും. അപ്പോൾ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ വോളിയം കുറക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് ഡെൽറ്റ
പിക്ക് കിട്ടുക. അപ്പം പി എക്സ്റ്റേണലിൻ്റെ മൈനസ് കൂടി വരുമ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്നുള്ളത് SI കൺവെൻഷൻ പ്രകാരമുള്ള നെഗറ്റീവ് വാല്യൂ കിട്ടും. ഫോർ ദി വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഓർ ഡ്യൂറിങ് എക്സ്പാൻഷൻ W is equal to minus P external delta V or W is equal to minus P external into V final minus V initial. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് V final will be greater than V initial. വർക്ക് ഡൺ എന്നുള്ള കാര്യം എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക, ഒരു വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രഷർ വോളിയം ഗ്രാഫിൻ്റെ പ്രഷർ Y ആക്സിസിലും X ആക്സിസിലും വോളിയം കൊടുത്ത് V ഇനീഷ്യൽ ടു V ഫൈനൽ പ്രഷർ ഇങ്ങനെ കൂടി വരുന്ന കേസ്. അപ്പോൾ ആ ഒരു ഗ്രാഫിൻ്റെ ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈസ് ദി വർക്ക് ഡൺ. ആ ഗ്രാഫിൻ്റെ താഴെയുള്ള ഒരു പ്രഷർ വോളിയം ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയയാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഓരോ സമയത്തും വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. വോളിയവും പ്രഷറും എല്ലാ സമയത്തും ഒരേപോലെയല്ല. അല്ലെങ്കിൽ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയത്തിൻ്റെ ഡിഫറൻസും പ്രഷറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആക്ച്വൽ വർക്ക് ഡൺ കിട്ടൂല. നമുക്ക് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഇടത് ഭാഗത്ത് V ഫൈനലിൽ തുടങ്ങുന്ന ഭാഗത്ത് പ്രഷർ കൂടുതലാണ്, വോളിയം കുറവുമാണ്. അപ്പോൾ രണ്ട് വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഓരോ ചെറിയ സ്ക്വയറുകൾ കാണിച്ചിട്ടുണ്ട്. ആ ഓരോ ചെറിയ സ്ക്വയറുകളിലെയും ഏരിയകൾ ആഡ് ചെയ്യുമ്പോഴാണ്, ഓരോ ഏരിയകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇനീഷ്യൽ വോളിയവും ഫൈനൽ വോളിയത്തിൻ്റെയും ഡിഫറൻസ് കൊണ്ട് പ്രഷറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ വർക്ക് ഡൺ കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സമ്മേഷൻ ആയിട്ടാണ് എഴുതുക. അതായത് V ഇനീഷ്യലിൽ തുടങ്ങി V ഫൈനലിൽ അവസാനിക്കുന്ന ചെറിയ ഓരോ ഭാഗങ്ങളും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വർക്ക് ഡൺ, ആക്ച്വൽ വർക്ക് ഡൺ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറും. W is equal to മൈനസ് സമ്മേഷൻ ഓഫ് മൈനസ് സിഗ്മ അല്ലെങ്കിൽ മൈനസ് സമ്മേഷൻ ഓഫ് P external delta V. അവിടെ സമ്മേഷൻ ഉദ്ദേശിക്കുന്നത് ഓരോ ചെറിയ P പ്രഷർ, എക്സ്റ്റേണൽ പ്രഷറും ചെറിയ ചേഞ്ച് ഇൻ വോളിയം തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്തുള്ള പ്രോഡക്റ്റുകളെ ഇങ്ങനെ ഓരോന്ന് കൂട്ടി വെച്ചാണ് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നതെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമുക്ക് മാത്തമാറ്റിക്കലി വേരിയബിൾ പ്രഷർ ഇൻഫിനിറ്റ് നമ്പർ, അതിന് നമുക്ക് സമ്മേഷനെ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. W is equal to മൈനസ് ഇൻ്റഗ്രൽ V ഇനീഷ്യൽ ടു V ഫൈനൽ P external dV എന്ന് എഴുതാൻ പറ്റും. ഡെൽറ്റ Vയെ നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ dV എന്നാണ് എഴുതുക. ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ ചെറിയ ഭാഗങ്ങളെടുത്ത് ആ ചെറിയ ഭാഗങ്ങളെ കൂട്ടി വലിയൊരു ഭാഗത്തേക്ക് എത്തുക. അതായത് P external delta V എന്ന് പറഞ്ഞാൽ ചെറിയ വോളിയം ചേഞ്ച്, ആ സമയത്തുണ്ടാകുന്ന എക്സ്റ്റേണൽ പ്രഷർ, അതിൻ്റെ പ്രോഡക്റ്റ്, അങ്ങനെ ഓരോ സമയത്തുള്ള എക്സ്റ്റേണൽ പ്രഷറും ചേഞ്ച് ഇൻ വോളിയം മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ തുടങ്ങണം, V ഇനീഷ്യലിൽ തുടങ്ങി V ഫൈനലിൽ എത്തുന്നത് വരെയുള്ള ആ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് W is equal to മൈനസ് ഇൻ്റഗ്രൽ ഓഫ് V ഇനീഷ്യൽ ടു V ഫൈനൽ P external dV എന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ. ഇനി നമ്മൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സിബിൾ കണ്ടീഷനാണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് പ്രോസസ്സ് നടക്കും, കംപ്രഷനും നടക്കും, എക്സ്പാൻഷനും നടക്കും. അപ്പോൾ നോക്കുക, അവിടെ പ്രഷറിൻ്റെ ഫാക്ടർ എന്തായിരിക്കും? P external ഈക്വൽ ടു P internal മൈനസ് dP ആയിരിക്കും. എക്സ്റ്റേണൽ പ്രഷർ കുറവും ഇൻറ്റേർണൽ പ്രഷർ കൂടുതലായിരിക്കും. അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുക Px ഈസ് ഈക്വൽ ടു P internal മൈനസ് dP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഇൻറ്റേർണലിനേക്കാളും dP കുറവായിരിക്കും ആർക്ക്? P എക്സ്റ്റേണലിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ പ്രഷർ കൂടുതലും എക്സ്റ്റേണൽ പ്രഷർ കുറവാകുമ്പോഴാണ് എക്സ്പാൻഷൻ നടക്കുക. അപ്പോൾ പ്രഷറിൻ്റെ ഇൻറ്റേർണൽ പ്രഷറിൻ്റെയും എക്സ്റ്റേണൽ പ്രഷറിൻ്റെയും ടേംസിൽ നമ്മൾ എക്സ്പാൻഷനെ പറയുമ്പോൾ P external ഈസ് ഈക്വൽ ടു P internal മൈനസ് dP എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക.
കംപ്രഷൻ നടക്കുന്ന സമയത്ത് പി എക്സ്റ്റേണൽ വിൽ ബി ഈസ് ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റേർണൽ പ്രഷറിനേക്കാളും ഡി പി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ കൂടുതലാവുമ്പോഴാണ് എന്ത് നടക്കുക, കംപ്രഷൻ നടക്കുക. ഡ്യൂറിങ് കംപ്രഷൻ പി എക്സ്റ്റേണൽ വിൽ ബി ഈസ് ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഡി പി എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഫോർ റിവേഴ്സിബിൾ പ്രോസസ് പി എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി. കംപ്രഷൻ നടക്കുന്നുണ്ട്, എക്സ്പാൻഷനും നടക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറും ഇൻറ്റേർണൽ പ്രഷറും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, പി എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ ഡബ്ല്യു റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് വി ഇനീഷ്യൽ ടു വി ഫൈനൽ പി എക്സ്റ്റേണൽ ഡി വി എന്നുള്ളതായിരിക്കും ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എക്സ്റ്റേണൽ പ്രഷറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, പി എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. On replacing we get W reversible is equal to minus integral V initial to V final P external പകരം എന്ത് കൊടുത്തു, P internal plus or minus dP എന്ന് കൊടുത്തു. അപ്പോൾ P internal plus or minus dP into dP എന്നാവും ഇക്വേഷൻ. ഇവിടെ dP into dV എന്നുള്ള ഒരു എക്സ്പ്രഷൻ വരും, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P internal into dV പ്ലസ് ഓർ മൈനസ് ഡി പി ഇൻറ്റു ഡി വി എന്ന് വരും. ഇപ്പോൾ ഡി പി ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ വാല്യൂ, ദെർഫോർ ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും, ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ വി ഇനീഷ്യൽ ടു വി ഫൈനൽ പി ഇൻറ്റേർണൽ ഡി വി എന്നായി മാറും. ബാക്കിയുള്ള പ്ലസ് ഓർ മൈനസ് ഡി പി ഇൻറ്റു ഡി വി എന്നുള്ളത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഇക്വേഷൻ W reversible is equal to minus integral V initial to V final P internal dV എന്നാവാനുള്ള കാരണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ W reversible is equal to minus integral V initial to V final P internal dV എന്നാണ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം PV is equal to nRT ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം, P is equal to nRT by V എന്ന് എഴുതാൻ പറ്റും. Then W reversible is equal to minus integral V initial to V final P എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, NRT by V എന്ന് കൊടുത്തു. അപ്പോൾ NRT ഇൻറ്റു NRT by V എന്നുള്ളതിനെ നമ്മൾ ഡി വി ബൈ വി പി ഡി വി എന്നുള്ളതാണ് നമ്മൾ NRT by V എന്ന് കൊടുത്തത്. അപ്പോൾ NRT ഇൻറ്റു ഡി വി ബൈ വി എന്ന് വരും. അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ N കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോൾസ് ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് NRT ഇൻ്റഗ്രൽ V ഇനീഷ്യൽ ടു V ഫൈനൽ ഡി വി ബൈ വി എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ഇൻ്റഗ്രൽ V ഇനീഷ്യൽ ടു V ഫൈനൽ ഡി വി ബൈ വി എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക LNVF ഡിവൈഡഡ് ബൈ വി ഐ എന്നാണ്. അപ്പോൾ ഇക്വേഷൻ W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് NRT LNVF ഡിവൈഡഡ് ബൈ വി ഐ എന്നാണ്. ഇവിടെ LN എന്ന് പറയുന്നത് ലോഗരിതാണ്, നാച്ചുറൽ ലോഗരിതം എന്നാണ് അതിന് പറയുന്നത്. ലോഗരിതം വിത്ത് ബേസ് ഇ, എക്സ്പൊണൻഷ്യൽ വാല്യൂ ബേസ് ആയിട്ടുള്ള ലോഗരിതത്തെയാണ് LN, നാച്ചുറൽ ലോഗരിതത്തെയാണ് LN എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ആ വാല്യൂവിനെ നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റുമ്പോൾ, കോമൺ ലോഗരിതം എന്ന് പറഞ്ഞാൽ ലോഗരിതം വിത്ത് ബേസ് 10 ആണ് കോമൺ ലോഗരിതം. കോമൺ ലോഗരിതത്തിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ നമ്മൾ 2.303 എന്നുള്ള വാല്യൂ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 NRT ലോഗ് വി എഫ് ഡിവൈഡഡ് ബൈ വി ഐ. ലോഗ് എന്ന് പറഞ്ഞാൽ LOG, ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗരിതം വിത്ത് ബേസ് 10. LN നേരത്തെ പറഞ്ഞത് ലോഗരിതം വിത്ത് ബേസ് എക്സ്പൊണൻഷ്യൽ വാല്യൂ ആണ്, ഇ ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുക, വർക്ക് ഡൺ അണ്ടർ റിവേഴ്സിബിൾ കണ്ടീഷൻ W റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 NRT ലോഗ് വി ഫൈനൽ ഡിവൈഡഡ് ബൈ വി ഇനീഷ്യൽ എന്നാണ് കിട്ടുക. ഇത് ചില കണ്ടീഷൻസാണ് നമ്മൾ ഈ വർക്ക് ഡൺ എന്നുള്ള, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രഷർ വോളിയം വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്
എക്സ്പാൻഷൻ, ഫ്രീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ടു വാക്വത്തിലേക്കുള്ള എക്സ്പാൻഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഫ്രീ എക്സ്പാൻഷൻ എന്നാണ്. അപ്പോൾ വാക്വം ആണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? പി എക്സ്റ്റേണൽ വിൽ ബി ഈക്വൽ ടു 0. ഫ്രീ എക്സ്പാൻഷൻ ആണ് അല്ലെങ്കിൽ വാക്വത്തിലേക്കുള്ള എക്സ്പാൻഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ 0 ആയിരിക്കും. നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ്റെ റിവേഴ്സിബിൾ പ്രോസസ് W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നാണ്. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ 0 ആവുന്നതോടുകൂടി വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ്റെ സമയത്ത് ദർ ഇസ് നോ വർക്ക് ഡൺ അല്ലെങ്കിൽ W ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. According to first law of thermodynamics, delta U is equal to Q plus W. That is, delta U is the change in internal energy will be equal to quantity of heat transferred plus work done. ഇനി നമ്മൾ ഡ്യൂറിങ് ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ W 0 ആണെന്ന് കണ്ടെത്തി. നമുക്ക് ഡെൽറ്റ U is equal to Q plus W. According to first law of thermodynamics, delta U is equal to Q plus W. നമ്മൾ ആ ഡബ്ല്യുവിൻ്റെ വാല്യൂ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കറിയാം W is equal to മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ ബി എന്നാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ U is equal to Q പ്ലസ് മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ ബി എന്നായിട്ട് മാറും. ഇഫ് ദി പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഡെൽറ്റ ബി എന്തായിരിക്കും? ഡെൽറ്റ ബി is equal to 0. അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോള്യം. ദർഫോർ ഡെൽറ്റ ബി is equal to 0. അപ്പോൾ എന്തായിട്ട് മാറും? ദർഫോർ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ ബി എന്നുള്ള ഭാഗം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെൻ ഡെൽറ്റ U is equal to Q എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ U is equal to ക്യൂ വി എന്ന് എഴുതാം. അവിടെ ക്യൂ വി എന്നുള്ളതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. എൻതാൽപ്പി ഈസ് ദി ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടൻറ്റിനെയാണ് എൻതാൽപ്പി എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഓർ എച്ച് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് എൻതാൽപ്പിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എച്ച് ഓർ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണ് ഇൻഡിക്കേഷൻ. യു ഈസ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് പി വി ഈസ് ദി പ്രഷർ വോളിയം വർക്ക്. Pressure into volume is the work. Then enthalpy is equal to enthalpy is the sum of the internal energy and pressure volume work of a system എന്ന് പറയാം. Total heat content of a system at constant pressure will be equal to U plus PV. Then enthalpy H is equal to U plus PV. That is, enthalpy is equal to internal energy plus pressure volume work. Change in എൻതാൽപ്പി ചേഞ്ച് അതിന് നമ്മൾ ഡെൽറ്റ എച്ച് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ്. പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റൻ്റെ ടോട്ടൽ എൻതാൽപ്പി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ റിയാക്ഷൻ്റെ ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നാണ്. ഇഫ് ദി പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പി മൈനസ് പി ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പി മൈനസ് പി ഡെൽറ്റ വി എന്നുള്ളതിനെ നമ്മൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി that is delta U is equal to U2 minus U1 എന്ന് എഴുതാം. delta U is the U2 minus U1 and equal to QP minus delta V നമുക്ക് എങ്ങനെ എഴുതാം? V2 minus V1 എന്ന് എഴുതാം. and minus P into V2 minus V1. then നമ്മൾ ഈ U2 minus U1 വലത് ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? QP is equal to QP അവിടെ നിർത്തി. QP is equal to U2 minus U1 ഉണ്ട്. അതിൻ്റെ അടുത്തേക്കാണ് മൈനസ് PV2 പ്ലസ് PV1 എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അങ്ങനെ കിട്ടും. QP is equal to U2 പ്ലസ് PV2 മൈനസ് U1 പ്ലസ് PV1 എന്ന് കിട്ടും. നമുക്കറിയാം U2 പ്ലസ് PV2 എന്നുള്ളത് H2 ആണ്. അത് എൻതാൽപ്പിയാണ് U പ്ലസ് PV. then QP is equal to H2 മൈനസ് H1 എന്ന് കൊടുക്കാം. H2 മൈനസ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
that is equal to change in enthalpy delta H. Delta H is positive for exothermic reaction and delta H will be negative for exothermic reaction and delta H positive for endothermic reaction. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സോതെർമിക് താപമോചക പ്രവർത്തനം, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ താപശോഷക പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ റിയാക്റ്റൻ്റ് എൻതാൽപ്പി കൂടുതലും പ്രോഡക്റ്റ് കുറവ് ആകുമ്പോഴാണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഉണ്ടാവുക. അപ്പോഴാണ് എനർജി റിലീസ് ചെയ്യുക. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവുന്നത് പ്രോഡക്റ്റിന് എൻതാൽപ്പി കൂടുതലും റിയാക്റ്റിന് എൻതാൽപ്പി കുറവാകുമ്പോഴാണ്. അപ്പോഴാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഉണ്ടാവും. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ എൻതാൽപ്പി ചേഞ്ച് ആൻഡ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത് 3 സ്റ്റേറ്റുകളിലാണ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ പറയുന്ന സമയത്ത് ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് ഇസിക്കൽ ടു ഡെൽറ്റ യു, ദാറ്റ് ഈസ് ദി ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നോക്കുക, സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും കേസിൽ അല്ലെങ്കിൽ സോളിഡ്സും ലിക്വിഡ്സും ഉൾപ്പെടുന്ന റിയാക്ഷൻ ആണെങ്കിൽ അതിലൂടെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് അവിടെ ചേഞ്ച് ഇൻ വോളിയം നെഗ്ലിജിബിൾ ആയിരിക്കും. അതായത് സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും കംപ്രസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ചേഞ്ച് ഇൻ വോളിയം നെഗ്ലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളതിൻ്റെ കേസിൽ ഡെൽറ്റ വി വിൽ ബി ഈസ് ഈക്വൽ ടു 0 ഫോർ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു, സോളിഡ്സിലെയും ലിക്വിഡ്സിലെയും കംപ്രഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കംപ്രഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളത് ഡെൽറ്റ വി 0 ആയിക്കഴിഞ്ഞാൽ പി ഇൻറ്റു 0 എന്ന് വരും. ആ ടേം മൊത്തം 0. ഫോർ സോളിഡ്സ് and liquids delta H will be is equal to delta U, internal energy change will be is equal to enthalpy change for solid and liquids എന്ന് കിട്ടും. ഇനി നമ്മൾ എൻതാൽപ്പി ചേഞ്ചും ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൻ്റെയും റിലേഷൻ ഇൻ ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ചിത്രത്തിൽ 2 കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. വി എ വോളിയം ഉള്ള സമയത്ത് എൻ എ നമ്പർ ഓഫ് മോളിക്യൂൾസും ഉള്ള ഒരു ഗ്യാസിൻ്റെ അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു റിയാക്റ്റൻറ്റിൻ്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി എ ഇസിക്കൽ ടു എൻ എ ആർ ടി എന്നാണ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസിക്കൽ ടു എൻ ആർ ടി ആണ്. അതിൽ വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി വി എ ഇസിക്കൽ ടു എൻ എ ആർ ടി എന്ന് ഇനീഷ്യൽ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും അത് റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് വി ബി വോളിയവും എൻ ബി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിട്ട് മാറുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ പി വി ബി ഇസിക്കൽ ടു എൻ ബി ആർ ടി എന്നായിരിക്കും പ്രോഡക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നോക്കുക, അപ്പോൾ പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്നുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അത് നമ്മൾ റിയാക്റ്റൻറ്റിനെ വി എ വോളിയവും എൻ എ നമ്പർ ഓഫ് മോളിക്യൂൾസും ഉള്ള റിയാക്റ്റൻറ്റ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ പി വി എ ഇസിക്കൽ ടു എൻ എ ആർ ടി, വി ബി വോളിയവും എൻ ബി നമ്പർ ഓഫ് മോളിക്യൂൾസും ഉള്ള പ്രോഡക്റ്റും ഗ്യാഷ്യസ് പ്രോഡക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പി വി ബി ഇസിക്കൽ ടു എൻ ബി ആർ ടി എന്നായിരിക്കും. നമുക്ക് ആ 2 ഇക്വേഷനും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ പി വി ബി അതായത് പ്രോഡക്റ്റിൻ്റെ പ്രഷർ വോളിയം വർക്ക് പി വി ബി മൈനസ് പി വി എ ഇസിക്കൽ ടു എൻ ബി ആർ ടി മൈനസ് എൻ എ ആർ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ്, അതാണല്ലോ എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ് നമ്മൾ പ്രോഡക്റ്റും ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റും നമ്മൾ ഇക്വേഷൻ എടുത്തത് പി വി ബി മൈനസ് പി വി എ ഇസിക്കൽ ടു എൻ ബി ആർ ടി മൈനസ് എൻ എ ആർ ടി. അതിൽ കോമൺ ടേമുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. പി കോമൺ ടേമാണ്. പി ഇൻറ്റു വി ബി മൈനസ് വി എ ഈക്വൽ ടു എൻ ബി ഇൻറ്റു ആർ ടി മൈനസ് എൻ എ ആർ ടി. അവിടെ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആർ ടി കോമൺ ആണ്. ആർ ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ ബി മൈനസ് എൻ എ എന്ന് വരും. അപ്പോൾ വി ബി മൈനസ് വി എ വോളിയം ഓഫ് പ്രോഡക്റ്റ് മൈനസ് വോളിയം ഓഫ് റിയാക്റ്റൻറ്റ് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് കിട്ടും.
അപ്പോൾ ഇക്വേഷൻ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി എന്നാണ് കിട്ടും. നമുക്കറിയാം ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പിയും ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി ചേഞ്ചുമാണ്. ദെൻ നമ്മൾ അതിൽ ഈ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി എന്നുള്ള വാല്യൂ ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എൻ ജി എന്താണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. എൻ ബി മൈനസ് എൻ എ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് ഡെൽറ്റ എൻ ജി. ഇപ്പോൾ ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ആകുന്ന സമയത്ത് എൻതാൽപ്പി ചേഞ്ചും ഇൻറ്റേർണൽ എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും കേസിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ യും ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു.